ഹലോ, നമുക്കിന്നൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയാലോ? അതിനായി ഞാൻ ഇവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അരമുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ചിക്കൻ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ നന്നായി ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഈ ഒരു പരുവാകുമ്പം നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതുപോലെ ഞാൻ ചിക്കൻ മുഴുവൻ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കശുവണ്ടി പരിപ്പ്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായി വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇതൊന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ വിനാഗിരിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ തക്കാളി സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അത് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബട്ടറാണ്. നമ്മൾ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. താങ്ക്